ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇതാ കാണുന്നുണ്ടല്ലോ, നമ്മുടെ +2 ജിയോഗ്രഫിയുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് PYQസിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ നമുക്കറിയാം ആദ്യത്തെ സെക്ഷൻ എ എന്ന് പറയുന്നത് ഓൺ ദ സ്പോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഐഡൻറ്റിഫൈ ദ വേരിയസ് ഫ്യൂച്ചേഴ്സ് ഫ്രം ദ ഗിവൺ സാറ്റലൈറ്റ് ഇമേജറീസ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജറീസിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല മാർജിനൽ ഇൻഫർമേഷൻ ഓഫ് ഗിവൺ ടോപ്പോ ഷീറ്റ്. ഓക്കെ, തന്നിട്ടുള്ള ടോപ്പോ ഷീറ്റിൻ്റെ മാർജിനൽ ഇൻഫർമേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ടോപ്പോ ഷീറ്റ് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഇനി ഐഡൻറ്റിഫൈ ദ ഗ്രീൻവിച്ച് മെറിഡിയൻ ഫ്രം ദ ഗ്ലോബ്. നമുക്ക് ഗ്ലോബ് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഗ്ലോബ് നോക്കിയിട്ട് ഗ്രീൻവിച്ച് മെറിഡിയൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ ജനറൽ സ്ലോപ്പ് ഓഫ് ദ ഏരിയ ഡെപിക്റ്റഡ് ഓൺ ദ ഗിവൺ ടോപ്പോ ഷീറ്റ്. കണ്ടോ, ടോപ്പോ ഷീറ്റ് റിലേറ്റ് ചെയ്തിട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ പ്രിസൈസ് ലൊക്കേഷൻ ഓഫ് ദ ഗിവൺ ഒബ്ജക്ട് യൂസിങ് എ GPS. GPS എന്ന് പറയുമ്പോൾ അറിയാലോ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഐഡൻറ്റിഫൈ ദ ലാർജസ്റ്റ് അഗ്ലോമറേഷൻ ഫ്രം ദ ഗിവൺ ടോപ്പോ ഷീറ്റ്. ഓക്കെ, തന്നിട്ടുള്ള ടോപ്പോ ഷീറ്റിൽ ഏറ്റവും വലിയ അഗ്ലോമറേഷൻ ഏതാണെന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. മെൻഷൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൺ ഒബ്ജക്ട് വിത്ത് റെഫറൻസ് ടു യുവർ പൊസിഷൻ യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പല തവണ ഇത് കണ്ടിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് കോമ്പസ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, ഇപ്പോൾ കോമ്പസ് വെച്ച് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇനി ഐഡൻറ്റിഫൈ ദ ഹയസ്റ്റ് പോയിന്റ് ഓൺ ദ ഗിവൺ ടോപ്പോ ഷീറ്റ്. ടോപ്പോ ഷീറ്റിലെ ഏറ്റവും വലിയ പോയിന്റ് ഏതാണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് 2 മാർക്കിൻ്റെ സെക്ഷൻസ് ആണ് കേട്ടോ. ഇതിൽ നിന്ന് ഏതെങ്കിലും 4 നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇത്രയും ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സെക്ഷൻ ബിയിലോട്ട് പോകുമ്പോൾ കാൽക്കുലേഷനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കൂ, കൺവേർട്ട് ദ ഗിവൺ RF ഇൻറ്റു സ്റ്റേറ്റ്മെൻറ്റ് സ്കെയിൽ. ഈ ഒരു മോഡലൊരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്, RF റിലേറ്റ് ചെയ്തിട്ട്. സോ അവിടെ AB പാർട്ടുകൾ വരുന്നുണ്ട്. അപ്പം ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോകണം, കാരണം എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ടൈം കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ 11ാമത് വരുമ്പോൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. 12ാമത്തെ ക്വസ്റ്റ്യനിൽ മോഡാണ് ചോദിച്ചിട്ടുള്ളത്. 13 എന്താണ് ആക്ച്വൽ ആൻഡ് റോഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗിവൺ പ്ലേസസ് ഫ്രം ദ ടോപ്പോ ഷീറ്റ് പ്രൊവൈഡഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് 4 അറ്റൻഡ് ചെയ്താൽ മതി. 3 മാർക്ക് വീതം വെച്ചിട്ടാണ് വരുന്നത്. സെക്ഷൻ സി പറയുമ്പോൾ ഡ്രോയിങ് ആണ് വരുന്നത്. അതായത് ഇവിടെ ഒരു കോണിക്കൽ പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് വിത്ത് 1 സ്റ്റാൻഡേർഡ് പാരലൽ. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതൊന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ഡ്രോ എനി 2 ക്രോസ് സെക്ഷൻസ് ഓഫ് ദ ഫോളോവിങ് ലാൻഡ് ഫോംസ് യൂസിങ് കോണ്ടൂർ. കോണ്ടൂർസ് ബേസ് ചെയ്തിട്ട് വരയ്ക്കണം എന്ന് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോണ്ടൂർസ് ബേസ് ചെയ്തിട്ട്. സോ കണ്ടോ, ക്ലിഫും എസ്കാർപ്മെൻറ്റും പ്ലാറ്റൂണും കോൺവെക്സ് സ്ലോപ്പും ചോദിച്ചിട്ടുണ്ട്. സോ കോണ്ടൂർസ് വെച്ചിട്ട് വരയ്ക്കുന്നത് എല്ലാവരും നോക്കിയിട്ട് പോവുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് പ്രിപ്പയർ എ ലേഔട്ട് പ്ലാൻ യൂസിങ് ദ ഗിവൺ ഡേറ്റ ബൈ ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് സ്കെയിൽ ആൻഡ് ഡയറക്ഷൻ ചൂസ് ചെയ്തിട്ട് ഒരു ലേഔട്ട് പ്രിപ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് ഡേറ്റ യൂസ് ചെയ്തിട്ട്. പിന്നെ RF 1:50,000 വെച്ചിട്ട് ഒരു ഗ്രാഫിക്കൽ സ്കെയിൽ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കോറോപ്ലത്ത് അല്ലെങ്കിൽ ഐസോപ്ലത്ത് എന്ന് പറയും, ഡോട്ട് മാപ്പ് വിത്ത് ദ ഗിവൺ ഡേറ്റ. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള മാപ്പ് വെച്ചിട്ട് വരയ്ക്കാനാണ് അത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു 2 മാർക്കിനാണ് വരുന്നത്. 4 ചോദ്യങ്ങളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ ഡിക്കകത്ത് കമ്പ്യൂട്ടർ എയ്ഡഡ് ആണ്. അതായത് നമുക്കിതിനകത്ത് നിന്ന് ഒരു ചോദ്യം അറ്റൻഡ് ചെയ്താൽ മതി. 4 മാർക്കിൻ്റേതാണ്. മീൻ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രീക്വൻസി പോളിഗണോ ഒജീവോ അല്ലെങ്കിൽ പൈ ഡയഗ്രാമോ നിങ്ങൾക്ക് വരയ്ക്കാം. പിന്നെ ക്രിയേറ്റ് ജിയോ റെഫറൻസ്ഡ് മാപ്പ് യൂസിങ് QGIS. നമ്മുടെ QGIS സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഒരു ജിയോ റെഫറൻസ്ഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഈ 3 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, ആൻസർ എനി 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2023 പ്രാക്ടിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നോക്കൂ, 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എവിടെ സെക്ഷൻ എ ഓൺ ദ സ്പോട്ട് തന്നെയാണ്. മെൻഷൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൺ ഒബ്ജക്ട് വിത്ത് റെഫറൻസ്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. മാഗ്നറ്റിക് കോമ്പസ് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട് വീണ്ടും, അതുകൊണ്ട് അതെല്ലാവരും പഠിക്കുക. പിന്നെ വെതർ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, അത് ഏതെങ്കിലും തന്നിട്ടുണ്ടായിരിക്കും, എൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. സോ അത് നോക്കുക. ദെൻ ഐഡൻറ്റിഫൈ ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ ഫ്രം ദ മാപ്പ് പ്രൊവൈഡ്. തന്നിട്ടുള്ള മാപ്പ് വെച്ചിട്ട് ഈ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും പിന്നെ ഇക്വേറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് മാപ്പ് വെച്ചിട്ടുള്ള രീതിയിൽ. ഇനി ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് any curved features such as road and rivers using appropriate method എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ 2 മാർക്കിൻ്റെതാണ് കേട്ടോ. 4 അറ്റൻഡ് ചെയ്താൽ മതി. ഐഡൻറ്റിഫൈ ദ കൾച്ചറൽ ഫീച്ചേഴ്സ് ഫ്രം ദ ഗിവൺ മാപ്പ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. മാപ്പ് നിങ്ങൾക്ക് തരും, എന്നിട്ട് ഇതിനകത്ത് നിന്നുള്ള ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫ്യൂച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ ഇവിടെ കൾച്ചറൽ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഫോർ ദ ടൈപ്പ് ഓഫ് മാപ്പ് ഡിസ്പ്ലേഡ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2-3 മാപ്പ് നിങ്ങൾക്ക് തന്നിട്ട് എന്ത് ചെയ്യും, ഇതിൽ ഈ ഓരോ മാപ്പും ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ
നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ടല്ലോ, പല ടൈപ്പായിട്ട്. ഓക്കെ, അപ്പോൾ മീൻസ് ലാർജ് സ്കെയിൽ മാപ്പ്, സ്മോൾ സ്കെയിൽ മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതനുസരിച്ച് ആ ഒരു പോർഷനിൽ നിന്നാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. ഇനി ഫൈൻഡ് ഔട്ട് ദ പ്രിസൈസ് ലൊക്കേഷൻ യൂസിങ് GPS-ൻ്റെ ക്വസ്റ്റ്യൻ വീണ്ടും വന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഓൺ ദ ഗ്ലോബ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിലിപ്പോൾ 8 എണ്ണം തന്നിട്ടുണ്ട്, 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു മാപ്പിൻ്റെ ക്വസ്റ്റ്യൻസും പിന്നെ എന്താണ് മാഗ്നറ്റിക് കോമ്പസ്, GPS ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. ഇനി സെക്ഷൻ ബിയിൽ കാൽക്കുലേഷൻ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് അരിത്തമെറ്റിക് മീൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കണ്ടോ RF റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ഇതുപോലെ. സോ അത് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് മീഡിയൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൈം കാൽക്കുലേഷൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് കാൽക്കുലേറ്റ് ദ വിൻഡ് സ്പീഡ് ആൻഡ് മാക്സിമം ആൻഡ് മിനിമം. ഓക്കെ, ടെമ്പറേച്ചർ യൂസിങ് ദ വെതർ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് അതും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 2 മാർക്കാണ്, 4 ചോദ്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് വന്നിട്ടുള്ളത്. ഇനി ഡ്രോയിങ്ങിന് ഇവിടെ ഇപ്പോൾ 3 മാർക്കിനാണ് അടുത്ത് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറച്ചിങ്ങനെ പാറ്റേൺ മാറി വരുന്നുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പറിൽ കണ്ടത് എന്തായിരുന്നു, 2 മാർക്കെന്നാണ് കണ്ടത് ഡ്രോയിങ്ങിൻ്റെ സെക്ഷൻ വന്നിട്ട്. ഇതിലിപ്പോൾ 3 മാർക്കെന്നാണ് കിടക്കുന്നത്. കൺസ്ട്രക്റ്റ് ഗ്രാഫിക്കൽ സ്കെയിൽ ഫ്രം ദ പ്രൊവൈഡഡ് RF എന്നുള്ള രീതിയിൽ ഗ്രാഫിക്കൽ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ. പിന്നെ ഒരു കോണിക്കൽ പ്രൊജക്ഷൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ക്രോസ് സെക്ഷൻ ആൻഡ് ദ പ്രൊഫൈൽ ഫോർ ദ ഗിവൺ ലാൻഡ് ഫോംസ്, യു ഷേപ്ഡ് വാലി, പ്ലാറ്റു, ക്ലോണിക്കൽ ഹില്ലൊക്കെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത് പ്രിപ്പയർ ലേഔട്ട് പ്രിപ്പറേഷൻ നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ് ഡ്രോ എ സ്യൂട്ടബിൾ മാപ്പ് ഫ്രം ദ ഗിവൺ ഡേറ്റ. ഓക്കെ, ഡേറ്റ തന്നിട്ടുണ്ടായിരിക്കും. ദെൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മാപ്പ് വരയ്ക്കാൻ. ഡ്രോ എ മൾട്ടിപ്പിൾ ലൈൻ ഗ്രാഫ് ഫ്രം ദ ഗിവൺ ഡേറ്റ. ഓക്കെ, സോ ഇതിനകത്ത് നമുക്കൊരു 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ലാസ്റ്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് സെക്ഷനാണ്, സെക്ഷൻ D. ഇതിനകത്ത് ജിയോ റെഫറൻസ് ദ മാപ്പ് പ്രൊവൈഡഡ് ബൈ ദ എക്സ്റ്റേണൽ യൂസിങ് QGIS സോഫ്റ്റ്വെയർ വെച്ചിട്ട് തന്നെ വീണ്ടും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രിപ്പയർ എനി ഗ്രാഫിക്കൽ ഡയഗ്രാം ഫ്രം ദ ഗിവൺ ഡേറ്റ, കാൽക്കുലേറ്റ് മീൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ മീഡിയൻ അല്ലെങ്കിൽ മോഡ്. ഓക്കെ, ഈ ഡേറ്റ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി, 4 മാർക്കിനാണ് വന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് 2025 ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ നോക്കാം. ഒന്നാമത്തെ സെക്ഷൻ Aയിൽ നമുക്ക് ഓൺ ദ സ്പോട്ട് തന്നെയാണ്. അതായത് ഐഡൻറ്റിഫൈ ദ പ്രൈം മെറീഡിയൻ ഫ്രം ദ ഗിവൺ ഗ്ലോബ് തന്നിട്ട് അതിൻ്റെ പ്രൈം മെറീഡിയൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നെയിം ദ ഇമ്പോർട്ടൻറ്റ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്, ക്ലാസിഫൈ മാപ്സ് ബേസ്ഡ് ഓൺ സ്കെയിൽസ് ആൻഡ് ഗീവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച്. ഓക്കെ, മാപ്സ് അതായത് സ്കെയിൽ ബേസ് ചെയ്ത് തോതനുസരിച്ചുള്ള മാപ്പിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ എക്സാമ്പിൾസും എഴുതാൻ വേണ്ടിയിട്ട് ഈസി ആണല്ലോ. ഇനി വാട്ട് ആർ ദ വേരിയസ് വേസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് റിലീഫ് ഫ്യൂച്ചേഴ്സ് ഓൺ ദ മാപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് ദ റോഡ് ഓർ റിവർ ഫ്രം ദ given topographical map using appropriate method. ഓക്കെ, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് തരും, എന്നിട്ട് അതിനനുസരിച്ച് ആ റോഡിൻ്റെയോ റിവറിൻ്റെയോ ലെന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ ഗിവൺ ഫീച്ചേഴ്സ് ഫ്രം ദ ഗിവൺ ടോപ്പോ ഷീറ്റ്. മെൻഷൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൺ ഒബ്ജക്ട് വിത്ത് റെഫറൻസ് ടു യുവർ പൊസിഷൻ യൂസിങ് എ മാഗ്നറ്റിക് കണ്ടു. മാഗ്നറ്റിക് കോമ്പസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ 3 ചോദ്യപേപ്പറിലും കണ്ടു. അപ്പോൾ മാഗ്നറ്റിക് കോമ്പസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, സെക്ഷൻ B വരുമ്പോൾ എന്താണ് മീഡിയൻ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും മീഡിയൻ കാൽക്കുലേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മീഡിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടൈം കാൽക്കുലേഷൻ വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് RF ടു സ്റ്റേറ്റ്മെൻറ്റ് സ്കെയിൽ, RF റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ റൈറ്റ് ദ മാർജിനൽ ഇൻഫർമേഷൻ ആൻഡ് ദ ജനറൽ സ്ലോപ്പ് ഓഫ് ദ ഗിവൺ ടോപ്പോ ഷീറ്റ്. പിന്നെ കമ്പയർ സൺ, സിൻക്രോണസ് ആൻഡ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ബേസ്ഡ് ഓൺ ദെയർ ഓർബിറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മോഡും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ മീഡിയൻ മോഡ് എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോകണം. ഇതാ കണ്ടോ, പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അവിടെ. ഇനി സെക്ഷൻ C എടുത്ത് നോക്കുമ്പോൾ കോണ്ടൂർ ക്രോസ് സെക്ഷൻ വരയ്ക്കാനാണ്. പ്ലാറ്റു, കോൺകേവ് സ്ലോപ്പ്, കോണിക്കൽ ഹിൽ, പിന്നെ യു ഷേപ്ഡ് വാലിയുടെ ഇതിൽ ഏതെങ്കിലും 3 കണ്ടോ അവിടെ any 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 3 കോണ്ടൂർ ക്രോസ് സെക്ഷൻ വരച്ചാൽ മതിയാകും. പിന്നെ ലേഔട്ട് പ്രിപ്പറേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് വീണ്ടും. പിന്നെ ഒരു ബാർ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫിക്കൽ സ്കെയിൽ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോണിക്കൽ പ്രൊജക്ഷൻ നമ്മൾ എല്ലാ ചോദ്യപേപ്പറിലും കണ്ട പോലെ എവിടെയും ചോദിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സെക്ഷൻ കമ്പ്യൂട്ടർ എയ്ഡഡ് ബേസ് ചെയ്ത് വരുമ്പോൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ എ ഗ്രാഫിക്കൽ ഡയഗ്രാം ഫ്രം ദ ഡേറ്റ പ്രൊവൈഡഡ്. ഓക്കെ, അത് തന്നിട്ടുള്ള ഡേറ്റ അനുസരിച്ച് എന്നുള്ള രീതിക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരു ജിയോ റെഫറൻസ് മാപ്പ് യൂസിങ് QGIS. ഇതും എല്ലാ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ QGIS ബേസ് ചെയ്ത് ചെയ്യേണ്ട ഒരു ജിയോ റെഫറൻസ് മാപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി, 4 മാർക്ക് എന്നുള്ള നിലയ്ക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിക്കാണ് വരിക എന്നുള്ളത് ഒരു ജനറലായിട്ടൊരു ചെറിയ ഐഡിയ എങ്കിലും ഇതിലൂടെ കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.